കേരള രാഷ്ട്രീയം വീണ്ടും ഒരു വഴിത്തിരിവിൽ നിൽക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മതനേതാക്കളടക്കം സാഹചര്യങ്ങളെ നോക്കിക്കാണുകയാണ്. ഇതിനിടെ BJP വിജയിക്കുമ്പോഴെല്ലാം അത് ക്രിസ്ത്യൻ വോട്ടുകൾ മൂലമാണെന്ന പ്രചരണം തെറ്റാണെന്ന് വ്യക്തമാക്കി ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി രംഗത്ത് വന്നു. രാഷ്ട്രീയ മുന്നണികൾ ആത്മപരിശോധന നടത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ് ഈ വാദം വ്യക്തമാക്കുന്നത്. തൃശൂർ മണ്ഡലത്തിൽ ചില ക്രിസ്ത്യാനികൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ പരിചിതനും ജനപ്രിയനുമായ ഒരു പൊതുവ്യക്തിയായി അവർ കണ്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹം ഒന്നടങ്കം BJPയെ പിന്തുണയ്ക്കുന്നുവെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയില്ല, പാംബ്ലാനി പറഞ്ഞു. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബിഷപ്പ് നിലപാട് വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രതിഷേധ വോട്ടുകളോ ഭരണവിരുദ്ധ വികാരമോ കൊണ്ടുണ്ടാകാം. ആത്മപരിശോധന നടത്താനും തിരുത്താനുമുള്ള പാർട്ടികളുടെ വിമുഖതയാണ് ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ കാരണമാകുന്നതെന്നും ബിഷപ്പ് പാംബ്ലാനി കുറ്റപ്പെടുത്തി. BJPയെ തൊട്ടുകൂടാത്തവരായി സഭ കണക്കാക്കുന്നില്ല. എന്നാൽ വടക്കേ ഇന്ത്യയിൽ പള്ളികൾക്കും കന്യാസ്ത്രീകൾക്കും നേരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു. ക്രിസ്ത്യാനികളുമായുള്ള സൗഹൃദം കേരളത്തിൽ മാത്രമായി പരിമിതപ്പെടുത്താൻ കഴിയില്ല. ദേശീയതലത്തിൽ തുല്യതയും ഭരണഘടനാ അവകാശങ്ങളും ഉറപ്പാക്കേണ്ടതുണ്ട്, ജോസഫ് പാംബ്ലാനി പറഞ്ഞു. BJP ഭരണത്തിൽ ക്രിസ്ത്യാനികൾ സുരക്ഷിതരാണോ എന്ന ചോദ്യത്തെ സാമാന്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിരന്തരം ആവർത്തിക്കുന്ന ആക്രമണങ്ങൾ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. സഭ ഒരിക്കലും ഞങ്ങൾ ക്രിസ്ത്യൻ അനുകൂല നിലപാട് വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല. സർക്കാരുകൾ ക്രിസ്ത്യൻ വിരുദ്ധർ ആകരുതെന്ന് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഭരണഘടനാപരമായ അവകാശങ്ങൾക്കപ്പുറം ക്രിസ്ത്യൻ സമൂഹം ഒരിക്കലും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. കോടതി നിർദ്ദേശങ്ങൾക്കനുസൃതമായി ജനസംഖ്യ അനുപാതത്തിൽ അവകാശങ്ങൾ ന്യായമായി വിതരണം ചെയ്യണമെന്നാണ് സഭയുടെ നിലപാട്. പ്രധാന വകുപ്പുകൾ പ്രത്യേക സമുദായങ്ങൾ നിയന്ത്രിക്കുന്നതിന് പകരം മുന്നണിയിലെ പ്രധാന പാർട്ടികൾ കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത്. കോൺഗ്രസോ CPMോ അത്തരം വകുപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ തീരുമാനങ്ങൾ കൂടുതൽ സന്തുലിതമായിരിക്കും. മുസ്ലിം ലീഗിന് വർഷങ്ങളായി വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നതിനെ പരാമർശിച്ചാണോ ഈ വിമർശനമെന്ന ചോദ്യത്തോട് ഒരാളുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹമില്ലെന്നായിരുന്നു ജോസഫ് പാംബ്ലാനിയുടെ പ്രതികരണം. ഇന്ന് അയാൾ മന്ത്രിയാകണമെന്ന് സഭ ഒരിക്കലും ആവശ്യപ്പെടാറില്ല. ഏതു രംഗത്തും അനീതി ഒഴിവാക്കണമെന്നത് മാത്രമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. മുൻകാലങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ സഭയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇടതു നേതാക്കളും സഭാ നേതൃത്വവുമായി ഊഷ്മളമായ ബന്ധമാണ് പുലർത്തിപ്പോരുന്നത്. സ്പീക്കർ ഷംസീർ പലതവണയാണ് തലശ്ശേരി ബിഷപ്പ് ഹൗസിലെത്തി ചർച്ച നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും താനുമായി പലതവണ സംഭാഷണം നടത്തിയിരുന്നു. ഇതെല്ലാം ഇടതു നേതാക്കൾക്ക് ക്രിസ്ത്യൻ വിരുദ്ധ മനോഭാവം ഇല്ല എന്നതിന് തെളിവാണ്. മനുഷ്യ വന്യജീവി സംഘർഷത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ സഭ സമർപ്പിച്ച നിരവധി നിർദ്ദേശങ്ങൾ വന്യജീവി സംരക്ഷണ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ പരസ്യമായി സമ്മതിച്ചിട്ടുണ്ടെന്നും ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പറഞ്ഞു. ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി സമുദായത്തിന് ഗുണകരമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കേരളത്തിൽ മുമ്പ് ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്നു. അവർ ക്രിസ്ത്യാനികൾക്ക് മാത്രമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ ഒരിക്കലും അത്തരം ആനുകൂല്യങ്ങൾ ആവശ്യപ്പെടില്ല, ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പറഞ്ഞു.